നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിക്ക് മുന്നിൽ ധാന്യം വച്ച് ചെയ്യുന്ന ശക്തിയുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മനസ്സിൽ വിശ്വാസത്തോടെ ചെയ്യുന്നവർക്ക് തീർച്ചയായും 16 ദിവസത്തിൽ തന്നെ റിസൾട്ട് അറിയും. കറക്റ്റ് 16 ദിവസം. അതിനുള്ളിൽ എങ്ങനെയുള്ള പ്രശ്നമായാലും നിങ്ങളുടെ തലയിലെഴുത്ത് തന്നെ മാറ്റാൻ വരെ ശക്തിയുള്ള ഒരു വഴിപാടാണിത്. വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് കാണണം. ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കമൻറ്റിലും ചോദിക്കുന്നത്. അതിനാൽ ഗൗരവമായിട്ട് കണ്ടും കേട്ടും മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ വഴിപാടിന് ഒരു ധാന്യം വേണം. അത് എന്താണെന്നാൽ മുതിര എന്നും കൊള്ളുപരിപ്പ് എന്നും ഹോഴ്സ് ഗ്രാം എന്നും അറിയപ്പെടുന്ന ഒരു ധാന്യം. ഇത് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഈ കൊള്ളുപരിപ്പ് വച്ചിട്ടാണ് പരിഹാരം നമ്മൾ ചെയ്യുന്നത്. വരാഹി അമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വേണം ഈ വഴിപാട് ചെയ്യാനായിട്ട്. കൂടെ അമ്മയുടെ ഒരു മന്ത്രവും ചൊല്ലണം. ഈ വഴിപാട് നമ്മൾ ചെയ്താൽ കാലത്താൽ മാറ്റാൻ പറ്റാത്തത് പോലും മാറിക്കിട്ടുന്നതാണ്. തലയിലെഴുത്ത് വരെ മാറും എന്നതാണ്. ജാതകദോഷമോ മറ്റു പല ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം മാറിക്കിട്ടുന്നതാണ്. അങ്ങനെ ജാതകത്തിലിരിക്കുന്ന പ്രശ്നങ്ങളും ദോഷങ്ങളും കൂടെ മാറ്റാനുള്ള ശക്തി ഇതിനുണ്ട്. പല വിഷയങ്ങൾ നിങ്ങൾ എന്ത് കേട്ടാലും ഏതാവശ്യപ്പെട്ടാലും അത് നടക്കുന്നതാണ്. ഇത് രാത്രി 8 മണിക്ക് മേലെ ആണ് ചെയ്യേണ്ടത്. അതാണ് ബെസ്റ്റ് ടൈം. എല്ലാ ദോഷങ്ങളും, രാഹു കേതു കാരണമായ പ്രശ്നങ്ങൾ, ജാതക പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് അഫക്റ്റായ എല്ലാ പ്രശ്നങ്ങളും റെഡിയാക്കുന്നതിനുള്ള ശക്തി ഈ മഹാവഴിപാടിനുണ്ട്. കൊല്ലുപരിപ്പ് വെച്ച് നമ്മൾ ചെയ്യുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. കൊല്ല് മീൻസ് വെരി പവർഫുൾ വൺ. പല ദോഷങ്ങളെ ശരിയാക്കാനുള്ള ശക്തി കൊല്ലുപരിപ്പിനുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, വീട്ടിൽ കൊല്ലുപരിപ്പ് വച്ചിരുന്നാൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കടയിൽ നിന്ന് കുറച്ച് വാങ്ങിയാൽ മതി. നമ്മൾ ചെയ്യുന്ന ഈ വഴിപാട് എന്നത് ഒരു മഞ്ഞ തുണി അത്യാവശ്യമാണ്. കൊല്ലുപരിപ്പ് വേണം. പിന്നെ അത്യാവശ്യം വലിയ ഒരു മഞ്ഞ തുണി എടുത്തു വയ്ക്കണം. ഈ വഴിപാട് തുടങ്ങിയിട്ട് 16 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ ചെയ്താലും മതി. 16 ദിവസം തുടർച്ചയായി ചെയ്യണം. ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാനേ പാടില്ല. കൊല്ലുപരിപ്പും മഞ്ഞ കളർ തുണിയും എടുത്തു വച്ചല്ലോ. എന്നിട്ട് എന്ത് വിഷയം, എന്താണ് നമ്മുടെ പ്രശ്നം, അത് സോൾവ് ആകേണ്ടത്. അതായത് ജാതകദോഷമാണോ, അത് ഒരുപാട് അഫക്റ്റ് ആയിരിക്കുന്നു, അത് ശരിയാകണമെങ്കിൽ അതിനായിട്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം നീണ്ട നാളുകളായിട്ട് നടക്കാതെ ഇരിക്കുന്നത്, ഒത്തിരി ട്രൈ ചെയ്തിട്ടും നടക്കുന്നില്ല, അത് നടക്കാനായിട്ട് ഈ വഴിപാട് ചെയ്യാം. പിന്നെ ക്യാഷിന് ബ്ലോക്കേജ് വന്ന് ക്യാഷ് വരാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത്. അതിനാൽ ഒരേ ടൈം 4-5 പ്രശ്നങ്ങൾക്ക് വേണ്ടിയും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. മുഖ്യമായ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം, ശരിയാവണം എന്നുള്ളവ ഫസ്റ്റിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതണം. പിന്നെ ബ്ലാക്ക് കളർ പെന്നുകൊണ്ട് എഴുതാൻ പാടില്ല. വേറെ ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. റീസൺ 1 by 1 ആയിട്ട് എഴുതുക. എഴുതിയിട്ട് ഒരു പിടി, അതായത് ഒരു കൈപ്പിടിയിൽ കൊല്ല് എടുക്കുക. പിന്നെ പേപ്പറിൽ എഴുതുന്നത് ഫസ്റ്റ് ഡേ, അതായത് സ്റ്റാർട്ടിംഗ് ഡേയിൽ മാത്രം എഴുതിയാലും മതി. 16 ദിവസവും എഴുതണ്ട, ആദ്യത്തെ ഒരു ദിവസം മാത്രം എഴുതിയാൽ മതി. വെള്ള പേപ്പർ, ഈ എഴുതിയ വെള്ള പേപ്പർ ഉണ്ടല്ലോ, അത് മഞ്ഞ തുണിയുടെ മേലെ വയ്ക്കണം. എന്നിട്ട് ഈ ഒരു പിടി കൊല്ലെടുത്തല്ലോ, അതെടുത്തിട്ട് ഇത് ആർക്ക് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മുടെ മോന് വേണ്ടിയാണോ, മോൾക്ക് വേണ്ടിയാണോ, ഭർത്താവിന് വേണ്ടിയാണോ ചെയ്യുന്നത്, അവരുടെ തലയിൽ ചുറ്റി ഇടതും വലതും 3 ചുറ്റു ചുറ്റിയിട്ട് മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കണമെന്ന് പറഞ്ഞ് ഈ കൊല്ലുപരിപ്പ് തുണിയിൽ വയ്ക്കണം. ഇത് നമ്മൾ നമ്മുടെ ഇടത് സൈഡും വലത് സൈഡും 3 തവണ ചുറ്റിയെടുത്തിട്ട്
നമ്മൾ മനസ്സിൽ കാര്യം വിചാരിച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് നടത്തി തരണമേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പിടി കൊല്ലുപരിപ്പ് മഞ്ഞ തുണിയിൽ വെക്കണം. എന്നിട്ട് ഇനി പറയുന്ന അമ്മയുടെ ശക്തിയാർന്ന മന്ത്രം ചൊല്ലുക. കുറഞ്ഞത് 48 തവണയെങ്കിലും മന്ത്രം ചൊല്ലണം. ഓം ശ്രീം വിഘ്നവിദ്വേഷിന്യൈ നമഃ. 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 16 ദിവസം കണ്ടിന്യൂസ് ആയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഒരു കൈപ്പിടി കൊല്ലെടുത്ത് തലയിൽ ചുറ്റി വയ്ക്കണം. അതിനാൽ കുറച്ച് വലിയ സൈസ് മഞ്ഞ കളർ തുണി വേണം എടുക്കേണ്ടത്. മകന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ചെയ്യാം. മകൻ്റെ തലയ്ക്ക് ചുറ്റിക്കണം. എന്നിട്ട് കൊല്ല് വച്ച് നല്ല സ്ട്രോങ് ആയിട്ട് തുണി കെട്ടി വയ്ക്കണം. ഇത് ഫസ്റ്റ് ഡേ ചെയ്തു. അത് കഴിഞ്ഞ് ഇനി സെക്കൻഡ് ഡേ രാത്രി തീരും മുന്നേ ഇത് ചെയ്യണം. എന്ന് വെച്ചാൽ 8 മണിക്കും 12 മണിക്കും ഇടയ്ക്കുള്ള ദിവസം, അന്നത്തെ ദിവസം തീരുന്നതിന് മുന്നേ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യണം. ഒരു പിടി കൊല്ലെടുത്ത് തലയ്ക്ക് ചുറ്റി തുണി പിരിച്ചിട്ട് തുണിക്കുള്ളിൽ വെക്കണം പിറ്റേ ദിവസവും. ഡെയിലി ഇങ്ങനെ ചെയ്ത് 16 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ആർക്ക് വേണ്ടി ചെയ്യുന്നുവോ ആ കാര്യം കൺഫേമായിട്ട് നടക്കും. നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതായാലും ഒരു പ്രശ്നവുമില്ല, അത് കൺഫേമായിട്ട് നടന്നിരിക്കും. ഓരോ തവണ നൈറ്റ് തുണിയെടുത്ത് പിരിക്കുമ്പോഴും ശ്രദ്ധയോടുകൂടി പിരിക്കണം. അതിൽ നിന്ന് 1 മണി ധാന്യം പോലും തറയിൽ കളയാനേ പാടില്ല. ഇതാണ് ആ പവർഫുള്ളായിട്ടുള്ള മെത്തേഡ്. ഇനി 16 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ച ഈ കൊല്ല് പശു അല്ലെങ്കിൽ മാടിനോ കുതിരയ്ക്കോ കൊടുക്കാവുന്നതാണ് കഴിക്കാനായിട്ട്. അങ്ങനെ പറ്റില്ല വെച്ചാൽ ഓടുന്ന ജലത്തിൽ, അതായത് പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലോ ആറ്, കുളം, കായൽ എന്നിവയിലോ ഒഴുക്കി വിടാവുന്നതാണ്. ഇനി ആ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളവർക്ക് നിങ്ങളുടെ നാട്ടിൽ കടലുണ്ടെങ്കിൽ കടലിൽ കൊണ്ടിടാം. അതും ഇല്ല എന്നുണ്ടെങ്കിൽ ആരും കാൽപ്പെടാത്ത ഒരിടത്തിൽ എറിഞ്ഞു കളയാവുന്നതാണ്. 16 ദിവസത്തിനുള്ളിൽ കാര്യം സാധിച്ചിരിക്കും. അത്രയ്ക്കും ശക്തിയുണ്ട് ഈ വഴിപാടിന്. വഴിപാട് ചെയ്യുന്ന സമയത്തിന് ഒരു ദീപം വയ്ക്കുക. അമ്മയെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചിട്ട് ചെയ്യുക. അമ്മയെ മാത്രമല്ല കാലഭൈരവരെ കൂടെ മനസ്സിൽ വിചാരിച്ച് ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് നോൺ വെജ് ഭക്ഷണമോ പീരീഡ്സ് ടൈമിലോ ഇത് ചെയ്യാൻ പാടുള്ളതേ അല്ല. പിന്നെ 16 ദിവസം ചെയ്യുമ്പോൾ നടുവിൽ പീരീഡ്സ് ആയാൽ വീട്ടിലുള്ള വേറെ ആരെയെങ്കിലും കൊണ്ട് ചെയ്യിക്കുക. ആരുമില്ല എങ്കിൽ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഇത് ഫസ്റ്റിലിരുന്നേ സ്റ്റാർട്ട് ചെയ്യുക. അത് ഡേറ്റ് നോക്കിയിട്ട് ചെയ്യുക. ഇടയ്ക്ക് ബ്രേക്ക് വരാനേ പാടില്ല. ഇത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 2-3 ദിവസം കഴിയുമ്പോൾ മനസ്സിന് തന്നെ ഒരു ബലം കിട്ടുന്നതായിട്ട് മനസ്സിലാവും. അത് ചെയ്താലേ മനസ്സിലാവുള്ളൂ. 16 ദിവസം നമ്മളിത് ചെയ്തു ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അടുത്ത് വേറൊരു വിഷയത്തിനായിട്ട് വീണ്ടും ചെയ്യാവുന്നതാണ് 16 ദിവസം കഴിഞ്ഞിട്ട്. പിന്നെ വീട്ടിലെ 3 പേർക്ക് പ്രോബ്ലം ആണെങ്കിൽ 3 പേരും തനിയെ ചെയ്യണം. ഇതാണ് ഈസിയായ ആ വഴിപാട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ.
കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പക്കത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.